കോഴിക്കോട് പാലാഴിയിൽ ദേശീയപാതയുടെ മതിൽ തകർന്നു. ഏതാണ്ട് 15 മീറ്ററോളം ഉയരമുള്ള മതിലാണ് ഇടിഞ്ഞത്. റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് അപകട മേഖലയിൽ ക്വാറി വേസ്റ്റ് നിക്ഷേപിച്ച് താൽക്കാലിക സുരക്ഷ ഒരുക്കുകയാണ്. മുകൾ ഭാഗത്ത് കൽക്കെട്ടുകളും 5 മീറ്റർ മാറി 20 നില ഫ്ളാറ്റ് സമുച്ചയവുമുണ്ട്. താഴ്ഭാഗത്തു നിന്ന് മണ്ണിടിയുന്നതോടെ മുകൾ ഭാഗത്തെ കൽക്കെട്ടുകൾ ഇടിഞ്ഞു താഴാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് സുരക്ഷാ നടപടികൾ. എ കെ അഭിലാഷ് അവിടേക്ക് പോയിരുന്നു. റിപ്പോർട്ട് കാണാം. കോഴിക്കോട് പാലാഴിയിൽ ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്തുള്ള ഈ മതിൽ ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ നമ്മൾ വാർത്ത നൽകിയിരുന്നു. കാരണം ഏതാണ്ട് 15 മീറ്ററോളം താഴ്ചയിലാണ് ഇവിടെ മണ്ണെടുത്തത്. ആ ഭാഗത്താണ് മണ്ണിടിച്ചിരുന്നത്. ഏതായാലും അവിടെ സുരക്ഷാ ഭിത്തിയൊന്നും നിർമ്മിക്കാതെയായിരുന്നു ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തികൾ നടന്നത്. പ്രധാനമായും അവിടെ സർവീസ് റോഡിൻ്റെ പ്രവൃത്തി ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. അവിടെ കുറേ കൂടി മണ്ണെടുത്തുകൊണ്ട് അവിടെ സർവീസ് റോഡ് നിർമ്മിക്കേണ്ടതുണ്ട്. അതിൽ ഏതാണ്ട് ഒരു 30-40 മീറ്റർ വരെ ദൂരത്തിലാണ് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയാത്തത് ഈ സംബന്ധിച്ച് ഉടമകളുമായി ഹൈലൈറ്റിൻ്റെ ഫ്ലാറ്റ് ഉടമകളുമായി ചില തർക്കങ്ങളുണ്ട്. അത് കോടതിയിലാണ്. കോടതി തൽക്കാലം സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്ന വിവരം. ഏതായാലും അത്യന്തം അപകടകരമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് വേണം പറയാൻ. കാരണം അവിടെ ഉണ്ടായിരുന്ന 15 മീറ്ററോളം താഴ്ചയിലേക്ക് അവിടെ നിന്ന് മണ്ണ് ഇടിഞ്ഞു വീഴുകയും ചെയ്തു. ഇത് ആശങ്കപ്പെടുന്ന സ്ഥിതിയായിരുന്നു. തുടർന്നാണ് ഇന്നിപ്പോൾ അവിടെ ഈ മണ്ണ് വീണ്ടും ഇടിയാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഈ ഇത്തരത്തിൽ ക്വാറി വേസ്റ്റ് കൊണ്ട് അവിടെ നിക്ഷേപിക്കുകയും ആ മണ്ണിടിയാനുള്ള സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്തത്. താൽക്കാലികമായ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഈ അപകട സാധ്യതയുണ്ട് എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം യുദ്ധകാല അടിസ്ഥാനത്തിൽ അടിയന്തരമായിട്ടാണ് ഈ നടപടികളിലേക്ക് ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള നിർമ്മാണ കമ്പനിയും കടന്നിരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും 20 നിലകളുള്ള ഒരു കെട്ടിടമാണ്. നമുക്ക് കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് കാണാം 20 നിലകളുള്ള കെട്ടിടം. അത്രയും ഉയരത്തിലൊരു കെട്ടിടമാണ് ഇതിന് സമീപത്തുള്ള. ഏതാണ്ട് 4-5 മീറ്റർ മാത്രം അകലെയാണ് ഈ കെട്ടിടമുള്ളത്. ഒരുപക്ഷെ അതിൻ്റെ ഫില്ലർ അടക്കം അടിയിലേക്കുണ്ടെങ്കിൽ പോലും അവിടെ ഉണ്ടാകുന്ന മണ്ണടക്കമുള്ള കാര്യങ്ങൾ ആശങ്കപ്പെടുന്നതാണ്. അതോടൊപ്പം തന്നെ മുകൾ ഭാഗത്ത് കൽക്കെട്ടുണ്ട്. അതിന് താഴ്ഭാഗത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ലാത്തൊരു സാഹചര്യത്തിൽ താഴെ ഈ മണ്ണിടിയുകയാണെങ്കിൽ അത് മുഴുവനായി താഴോട്ട് പതിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ തരത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സപ്പോർട്ട് നൽകി അവിടെ ആ മണ്ണ് ഇടിയുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുകയും ചെയ്തത്. അത് ഇപ്പോൾ 2 JCB ഉണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ടിപ്പറിൽ ഇവിടെ ക്വാറി വേസ്റ്റ് കൊണ്ടിടുകയാണ്. ഏതാണ്ട് 100ഓളം വണ്ടികളിൽ എത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തികൾ ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഇതോടുകൂടി കുറേയെങ്കിലും ആശങ്കകൾ ഒഴിവാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം മണ്ണിടിയാനുള്ള സാധ്യത കുറയ്ക്കുക എന്ന് തന്നെയാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത്. രാവിലെ ദേശീയപാതയുടെ ഒരു ഭാഗത്തൂടെ മാത്രം ഗതാഗതം നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പോലീസ് അടക്കം ഇടപെട്ടുകൊണ്ട് തന്നെ 2 ഭാഗത്തുകൂടെയുണ്ട്. ഈ കോഴിക്കോട്ടേക്കുള്ള ഭാഗത്തേക്ക് ഒരു ലൈനായി ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്യുന്നുണ്ട്. അതിനൊപ്പം സമാന്തരമായി തന്നെയാണ് ഇപ്പോൾ ഈ പ്രവർത്തികൾ ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.